സർ, ഈ ട്രംപിന്റെ തീരുവ ഉയർത്തൽ അത് ഇന്ത്യക്ക് തിരിച്ചടിയാകുമെന്നതിലപ്പുറം അമേരിക്കയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാകുന്നുണ്ട്. കാരണം അമേരിക്കയിലെ ജനങ്ങൾ മുഴുവൻ ട്രംപിനെതിരെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോ ഇത് പിൻവലിക്കാൻ ഇപ്പൊ മോദി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, മോദി എനിക്ക് വലിയവനാണെന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രംപിന്റെ ഈ തീരുമാനങ്ങൾ സ്ഥായിയായി ഉള്ളതല്ല. ട്രംപ് എപ്പോ വേണമെങ്കിലും മാറ്റാം, തിരുത്താം, അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. അപ്പോ ഇത്തരത്തിലൊരു താരിഫ് പിൻവലിച്ചുകൊണ്ട് ഇന്ത്യയെ ചേർത്ത് നിർത്താനുള്ള ഒരു നിലപാട് ട്രംപ് സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ? തന്നെ പറഞ്ഞതുപോലെ ഈ ട്രംപിന്റെ നിലപാടുകൾക്ക് സ്ഥിരതയില്ലല്ലോ. നമ്മൾ ട്രംപിന്റെ ഓരോ ഓരോ പ്രവൃത്തിയിലൂടെയും നമ്മളത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു അപാര യുദ്ധത്തിലൂടെ ആശ്രിതന്മാരെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ചില നിർദ്ദേശങ്ങൾ വെക്കുകയും അതിന് ചില കാര്യങ്ങൾക്ക് നമ്മൾ സമ്മതിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതുപോലെ ഇറാനിൽ നിന്നും വെനസ്വേലയിൽ നിന്നും ഒക്കെയുള്ള ഇറക്കുമതിക്കെതിരായി ട്രംപ് ഒരു നിലപാട് സ്വീകരിക്കുകയും അത് ട്രംപിനെ വളരെ സന്തോഷിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള വസ്തുതയാണ്. പിന്നീട് ആണല്ലോ ഇതൊരു യുദ്ധമായിട്ട് ഇപ്പോൾ ഇത്തവണ കയറിയപ്പോൾ മുതൽ ട്രംപ് എന്ന് പറയുന്നത് ഇതൊരു വ്യാപാര യുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവിടെ അമേരിക്കയിൽ വളരെ വളരെ പ്രതിഷേധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമാന്യ ജനങ്ങൾക്കിടയിലും രാഷ്ട്രീയ നേതാക്കന്മാർക്കിടയിലും ഡെമോക്രാറ്റിക് പാർട്ടിയിൽ മാത്രമല്ല ട്രംപിൻ്റെ പാർട്ടിയിൽ അടക്കമുള്ള ആൾക്കാരിൽ നിന്ന് എതിർപ്പ് ട്രംപ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ ചില തീരുമാനങ്ങൾ അതിലൊന്നാണ് ഈ ചൈനയ്ക്ക് എതിരെ ചുമത്തിയത് ഉണ്ടായ ഒരു പ്രതിഷേധം 245% ട്രംപ് ചുങ്കം എന്നുള്ളതാണ്. പിന്നെ 35% ട്രംപ് കുറച്ചത് ചൈനയ്ക്കെതിരായിട്ടുള്ളത്. ഇന്ത്യയുടെയും ചൈനയുടെയും വിപണി എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വെറുതെ കളയാൻ പറ്റുന്നതല്ല. ഞാനൊരു കണക്ക് കണ്ടു. അതായത് നമുക്ക് 4,950 കോടി രൂപ ഈ വ്യാപാരം മിച്ചമായിരുന്നു 24-25 ആദ്യ മാസങ്ങളിൽ. പക്ഷേ അമേരിക്കയ്ക്ക് 7 മാസങ്ങൾക്ക് 2025 7 മാസങ്ങൾക്കിടെയാണ് $99,220 കോടി വ്യാപാര നഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ ട്രംപിൻ്റെ തീരുമാനം മൂലം ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യാഘാതം അമേരിക്കൻ സമ്പദ്ഘടനയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരിയാണ് ചില പ്രത്യേക മേഖലകളിൽ നമുക്ക് ഒരു നഷ്ടമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നാണ്യവിളകളും അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന അത് കേരളത്തെ വസ്ത്രം, കൈത്തറി. പക്ഷേ ഇവരൊക്കെ ഇതിന് ബദൽ സംവിധാനങ്ങൾ രൂപപ്പെടുത്താനുള്ള ശ്രമം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ ഇപ്പം നമുക്കറിയാവുന്ന പോലെ തുണിത്തരങ്ങളുടെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ അപ്പോൾ അവർ അതേസമയം ബംഗ്ലാദേശിനൊക്കെ തീരെ കുറച്ച് കൊടുത്തിരിക്കുന്നു. കാരണം ബംഗ്ലാദേശിൽ നിന്നാണ് വസ്ത്രങ്ങളുടെ കയറ്റുമതി അമേരിക്കയിലേക്ക് കൂടുതലുള്ളത്. ഒരു രാജ്യമാണല്ലോ ബംഗ്ലാദേശ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ട്രംപ് ശ്രമിക്കുകയായിരുന്നു ഈ യുദ്ധത്തിലൂടെ. ട്രംപ് ഇങ്ങനെ ഓരോ പദ്ധതികൾ ആവിഷ്കരിച്ച് നോക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ലോകത്തുള്ള വികസ്വര രാഷ്ട്രങ്ങളെന്ന് പറയുന്ന ജനതയെ ആശ്രിത രാഷ്ട്രങ്ങളാക്കി നിർത്താനുള്ള ശ്രമം കഴിയുമോ എന്ന് ട്രംപ് നോക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പലപ്പോഴും ട്രംപിന് പിന്നോട്ട് പോകേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റ് രാജ്യങ്ങളുമായുള്ള ഇതിൽ തന്നെ. അപ്പോൾ ഇപ്പോൾ ട്രംപ് ഏറ്റവും ഒടുവിൽ ഇത് കൂട്ടിയിരിക്കുകയാണ്. ഇപ്പം ബ്രസീലും ഇന്ത്യയുമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ പുതിയ ചുങ്കം ചുമത്തിയിരിക്കുന്നത്. ബ്രസീലും ഇന്ത്യയുമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. അത് ബ്രസീൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ സംയുക്തമായി നേരിടാനുള്ള അല്ലെങ്കിൽ ബ്രസീലിലേക്കുള്ള ഇത് വർദ്ധിപ്പിക്കുന്നതിനെ ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ വില കുറയ്ക്കാമെന്ന് പറയുന്നു. 2 ലക്ഷം ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്, കുറഞ്ഞ വിലയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നത്. ട്രംപിനെ ഭയപ്പെടുത്തുന്നു. കാരണം ഈ ഒരു നീക്കമെന്ന് പറയുന്നത്, കാരണം റഷ്യ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നു ഇത് വില കുറയ്ക്കാൻ റഷ്യ തയ്യാറാണ്. അതാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ അത് ഉക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഉള്ള ചർച്ചയാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ പോലും ഇന്ത്യ ഒരു പ്രധാന ഘടകമായിട്ട് അതിനകത്ത് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്താണ് ഈ ഉന്നയിക്കുന്ന വാദഗതികൾക്ക് മിനിമം ഗ്യാരണ്ടി വേണ്ടേ, അല്ലെങ്കിൽ മിനിമം യുക്തി വേണ്ടേ? നമ്മളെ ചൈനയെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴെന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് അവർ ഇറക്കുന്നതെന്ന് പറയുന്നത് എത്രയാണ്? റഷ്യയിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ യുക്രൈൻ യുദ്ധത്തിന് എന്താ പറയുന്നത്? യുക്രൈൻ യുദ്ധത്തെ സഹായിക്കുന്നുവെന്നും ഉക്രൈനിൽ നിരപരാധികൾ കൊല്ല ചെയ്യപ്പെടുമെന്നും ആയുധമാണ് ഉപയോഗിക്കാനാണ് ഈ പണം, ഇന്ത്യയിൽ നിന്നുള്ള പണം ഉപയോഗിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതാണ് പറയുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു മാനസിക നില പരിശോധിക്കേണ്ട അവസ്ഥയിൽ അദ്ദേഹം എത്തിയിരിക്കുന്നുണ്ട്. അല്ല, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശ്രിത രാഷ്ട്രങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. സൗഹൃദമല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അമേരിക്കയുടെ മേൽക്കോയ്മ എന്ന് പറയുന്നത്
ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഖ്യാതിയോടുകൂടി ഇറങ്ങി പോവുകയും പിന്നെ സമാധാന ദൂതനായി ഈ സ്വയം പ്രഖ്യാപിച്ച് നൊബേൽ സമ്മാനം നൊബേൽ വാങ്ങണം. സമ്മാനം വാങ്ങുക എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും രൂപപ്പെട്ടു വരുന്ന ഒരു കാരണവശാലും ഈ ട്രംപിന്റെ മുമ്പിൽ ഒട്ടുമുട്ടും അടക്കണമെന്ന അഭിപ്രായം നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ ഭരണാധികാരികളുടെ നയവും അത് തന്നെയാണ്. അത് കഴിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരർത്ഥത്തിൽ പോലും ഈ പിന്നെ അമേരിക്കയിൽ നിന്നുള്ള ഈ പിന്നെ അതും ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. കാരണം ഈ കാർഷിക രംഗത്ത് അമേരിക്ക ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ആരും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ജനിതക മാറ്റം സംഭവിച്ച വിത്തിനങ്ങൾ അങ്ങനെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി, നമുക്കത് ആ ഇറക്കുമതി നമുക്ക് അനുവദിച്ചു കൊടുക്കാനേ പറ്റത്തില്ല. കാരണം നമ്മളെ സംബന്ധിച്ച്, കാരണം നമ്മളൊരു കാർഷിക രാജ്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ തീർച്ചയായിട്ടും ട്രംപ് ഈ നിലപാടിൽ നിന്ന് പിന്നോക്കം പോകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്ക് എഴുതി വെക്കാവുന്ന കാര്യമാണ്. എന്തായാലും ഇത് തുടരാൻ ട്രംപ് തയ്യാറാകാതിരുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ നമ്മൾ ചെലുത്തുന്ന സമ്മർദ്ദവും മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഇത് എടുക്കുന്ന നിലപാടുകളും ഇതെല്ലാം ഇതിനകത്ത് പ്രശ്നമാണ്. ഇപ്പോൾ അമേരിക്ക, ബംഗ്ലാദേശ് അല്ലെങ്കിൽ കംബോഡിയ, അത്തരം രാജ്യങ്ങളുമൊക്കെ ആയിട്ട് വളരെ 19%, 20%, 18% അങ്ങനെ ആ ഒരു ലെവലിലാണ്. 5% മുതൽ 20% വരെ നിൽക്കുന്ന ചുങ്കമാണ് ഈ ഇത്തരം രാജ്യങ്ങൾ. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾക്ക് ഇന്ത്യക്ക് വെല്ലുവിളി ഉണ്ടാകുന്നുണ്ട്. ചില ടെക്സ്റ്റൈൽസ് മേഖലയിലൊക്കെ ഇന്ത്യക്ക് നല്ല വെല്ലുവിളിയുണ്ട് അല്ലെ. വെല്ലുവിളിയുണ്ട്. മാത്രമല്ല ഈ അരി കൊണ്ടുപോകുന്നത് നമ്മളും പാകിസ്ഥാനുമാണ്. അപ്പൊ പാകിസ്ഥാന് തീരുവയില്ല. നമുക്ക് അതില് ഏകദേശം 60% തീരുവ നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാനെ കൂടെ നിർത്തി ഇന്ത്യ ഈ പഹൽഗാമിൽ ഓപ്പറേഷൻ സിന്ദൂറിന് അവസാനിച്ചത് ട്രംപ് മൂലമാണ് എന്നുള്ള ട്രംപിന്റെ വാദങ്ങൾക്ക് തിരിച്ചടി ഇന്ത്യ നൽകിയതിന്റെ ഒരു പ്രതിഷേധം കൂടിയായിട്ടുണ്ട്. അത് ഒരു പ്രധാന ഘടകമാണ്. നമ്മളത് കണ്ടു കഴിഞ്ഞല്ലോ. ട്രംപ് ഉയർത്തുന്ന വാദഗതികളൊന്നും യുക്തിപൂർവ്വമല്ലെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പഹൽഗാമിലെ ആക്രമണത്തിൽ ഇന്ത്യ യുദ്ധം പ്രഖ്യാപിക്കുകയല്ലല്ലോ ചെയ്തത്. ഇന്ത്യ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള ഒരു ശക്തമായൊരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ നമ്മൾ അവരുടെ സൈനിക വിമാനങ്ങളടക്കം വെടിവെച്ചിട്ടതിനെപ്പറ്റി ആധികാരികമായ തെളിവ് സഹിതം ഇന്ത്യയുടെ ഇന്ത്യയുടെ സൈനിക മേധാവി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ പാകിസ്ഥാനുമായിട്ട് അങ്ങനെ ആ പ്രതിരോധത്തിൽ ട്രംപിന് ഒരു വലിയ ജാള്യതയാണ് സംഭവിച്ചത്. കാരണം പലതവണ ട്രംപ് 7 തവണയോ 8 തവണയോ പറഞ്ഞു ഇക്കാര്യം. ഏതാണ് ആദ്യം അതിനെപ്പറ്റി ഒരു നയതന്ത്ര മര്യാദയുടെ പേരിൽ സംസാരിക്കാതിരുന്നതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരുപാട് ആക്ഷേപങ്ങൾ ഇന്ത്യയിൽ കേൾക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അസന്ദിഗ്ധമായി ഇക്കാര്യം, നേരത്തെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി ഒക്കെ പറഞ്ഞിരുന്നതാണെങ്കിൽ പോലും അത് അസന്ദിഗ്ധമായിട്ട് പാർലമെന്റിലാണ് പ്രധാനമന്ത്രി ഒരു ബാഹ്യശക്തികളുടെയും സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടല്ല പാകിസ്ഥാനുമായിട്ട് വെടിനിർത്തൽ നടപ്പാക്കിയത്. പാകിസ്ഥാൻ ആക്രമിക്കുകയാണ് ചെയ്തത്. തീവ്രവാദി ആക്രമണത്തിന് അപ്പുറം തന്നെ പാകിസ്ഥാൻ അതിൽ പ്രകോപനം സൃഷ്ടിച്ചത്. പക്ഷേ പ്രകോപനം കിട്ടിയപ്പോൾ നമ്മൾ തിരിച്ചടിക്കുകയാണ് ചെയ്തത്. അത് നമ്മൾ ശക്തമായ തിരിച്ചടി തന്നെയാണ് നൽകിയത്. പാകിസ്ഥാന് ഭീകരമായ നഷ്ടമാണ് അവിടെ ഉണ്ടായത്. പക്ഷേ പാകിസ്ഥാൻ തന്നെ റിക്വസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇത് അവസാനിപ്പിക്കാനുള്ള സന്നദ്ധത പാകിസ്ഥാൻ പ്രകടിപ്പിക്കുകയും അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ ലക്ഷ്യം അതായിരുന്നല്ലോ. നമ്മൾ പാകിസ്ഥാൻ മണ്ണിൽ നിന്നും പിടിച്ചെടുക്കുകയായിരുന്നു അല്ലായിരുന്നല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അത് ട്രംപിന് സൃഷ്ടിച്ച ജാള്യത എന്ന് പറയുന്നത് ചെറുതല്ല. കാരണം നമ്മുടെ പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ട് പാർലമെന്റിൽ പ്രഖ്യാപിച്ചു ഒരു ബാഹ്യശക്തികളുടെയും സമ്മർദ്ദത്തിന് ഫലമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരു പ്രധാന കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഈ ട്രംപ് ശ്രമിച്ച് നോക്കുന്നു. ഇപ്പം മറ്റ് ലോകരാജ്യം ചൈനയടക്കം ഇന്ത്യയെ പിന്തുണയ്ക്കാൻ തയ്യാറാവുന്നു എന്ന് പറഞ്ഞാൽ ചൈന ഇന്ത്യയുമായുള്ള സൗഹൃദം അല്ലെങ്കിൽ ഒരു ശത്രുത വൈരം മാറ്റിവെച്ചിട്ട് ഇന്ത്യയുമായി സഹകരിക്കാൻ തയ്യാറാവുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ഒരു വലിയ കാര്യമാണ്. ഇന്ത്യയും ചൈനയും ചേർന്ന് നിന്നാലുണ്ടാകുന്ന ഒരു ഏഷ്യൻ രാജ്യങ്ങൾക്കുണ്ടാകുന്ന ഒരു കരുത്ത് അമേരിക്കയെ ഭീതിപ്പെടുത്തുന്നു എന്നുള്ള സത്യമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ട്രംപിന് ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വരുമെന്നുള്ളത് 100% ഉറപ്പാണ്.